ഭദ്ര അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് സുഖമായതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഇത്രയധികം ദുരിതങ്ങളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഭദ്ര അവിടെ ഇടപെട്ടിട്ടില്ല. ഭദ്ര അവിടെ ഉള്ളപ്പോഴാണ് സംഭവിച്ചിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന ഒരു അകലം തന്നെ എപ്പോഴും ഇട്ടു. അത് ശരിയാവുകയാണെന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ ആ അകലം ഇപ്പോൾ പ്രാർത്ഥന ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെയാണ് ഇങ്ങനത്തെ സംഭവവികാസങ്ങളൊക്കെ വന്നുകൊണ്ട് ഭദ്ര ആകെ അതിനെല്ലാം ഉൾവലിഞ്ഞ് അവളുടെ ശശിരൻ്റെ, അതായത് അവളുടെ ഹസ്ബൻഡിൻ്റെ നാട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടുത്തെ രീതികളായി കൂടുതലും അമ്മായിക്ക് കൂടി ഉണ്ട്, അവരുടെ പ്രശ്നങ്ങൾ, കൂടുതലും അമ്മായിമ്മ പോലെ സംഭവങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ അമ്മായിയുടെ പോകും, അമ്മായിമില്ലാതെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോകുന്നത്. ഒരു 5 വർഷമാണ് പോകുന്നത്. ഈ 5 വർഷമായിട്ടും പാർട്ടിയാടി യാതൊരു സമ്പർക്കമില്ല, കത്തെഴുത്തില്ല, എന്താണ് അത്രയും അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവി ആണെങ്കിൽ അതേസമയം ഒരു ക്ഷയരോഗാശുപത്രിയിൽ ജോലി ചെയ്യുന്നത്, മേഘി ക്ഷയരോഗാശുപത്രിയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നത്, അനിയുടെ മേഘി നാട് കടത്തില്ലേ മേഘി ജോലി ചെയ്യുന്നത്. അങ്ങനെ മേഘി ജോലി ആക്കി കൊടുക്കാണ് ക്ഷയരോഗാശുപത്രി. അപ്പം അതിൻ്റെതായ ദുരിതങ്ങൾ, അതൊക്കെ സാമൂഹിക പ്രശ്നങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒരു ക്ഷയരോഗാശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് പ്രിക്കോഷൻസ് വേണം, രോഗം പകരാതിരിക്കാൻ. അവിടെ രോഗികളെ നോക്കുന്നവർക്കും ഒക്കെ, നോക്കുന്നവരെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ. പക്ഷെ ആ സംവിധാനങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോകുന്ന ഒരു ആശുപത്രിയിൽ അത്രയും പ്രശ്നമായ രോഗികളെ നോക്കുന്നതിന് ദുരിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മേഘി വല്ലാതെ പ്രതികരിക്കുന്നുണ്ട്. ആരോട് പറയാം, എന്ത് പറയാം, പറഞ്ഞിട്ട് എന്താണ് ഈ സംവിധാനങ്ങളുടെ വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ. അത് പ്രാർത്ഥനയ്ക്ക് മേഘിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മേഘിനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഗ്രാമത്തിൽ നിന്ന് അന്ന് പോകുന്ന മേഘി എല്ലാവരും കാണുന്ന മേഘി നല്ല പ്രതികരണശേഷിയുള്ള ഒരു യുവതിയായിട്ടാണ് മേഘിനെ കാണുന്നത്. അങ്ങനെ ഈ 5 വർഷത്തിന് ഇപ്പുറം ദേവിയും കനാലക്കുറിപ്പും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദേവിയുടെ മനസ്സിൽ എന്തുകൊണ്ടോ പ്രാർത്ഥനയോടുള്ള ഒരു അവൾക്ക് എപ്പോഴും ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രാർത്ഥന ഒന്ന് മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഒരു തെളിമ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കനാലക്കുറിപ്പോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എപ്പോഴും ഒരു കഴിഞ്ഞ കാലത്തിൽ ഒരു കൊഴിഞ്ഞ ഇല പോലെ അവളവിടെ പഴയ ജീവിതത്തിന് അവൾ കൊഴിച്ചിടുന്നുണ്ടാവും. അങ്ങനെയാണ് അവൾക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഇവിടെ ഭദ്ര ഗ്രാമത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 5 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ പ്രാർത്ഥന ഭദ്രനെ അന്വേഷിച്ചു വരണം. അന്വേഷിച്ച് വരുമ്പോൾ കൂടിയതിനെ കാണുന്നുണ്ട് ഭദ്ര. അതിൻ്റെ ഉള്ളിൽ വല്ലാത്ത പിടപ്പുണ്ടാവുന്നു. എന്നുവെച്ചാൽ അനുഭവമൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥന കഴിയാതെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അന്വേഷിച്ച് വരികയാണ്. പ്രാർത്ഥന പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി മാംസാദികളൊന്നും ഉണ്ടാക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വേഗം വരും. അതിനായിട്ട് പോയിട്ട് ആനന്ദബാബുവിനെ കാണുന്നുണ്ട്, അച്ഛനെ, അദ്ദേഹം അച്ഛനെ കാണുന്നുണ്ട്. ഇതൊരു ഒരുപാട് സന്തോഷമാവും പ്രാർത്ഥന കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ. അങ്ങനെ അപ്പോൾ ഭദ്രയോട് ഇങ്ങനെ പറയുകയാണ്, ഒന്ന് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നാളെ എനിക്ക് പോകണം, എനിക്ക് ധൃതിയിട്ട് പറഞ്ഞിട്ട് അതൊരു വിരക്തിയാണ് തോന്നുന്നത്. സംസാരിക്കാനുണ്ട്, വേഗം പോകണം എന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ടേ സംസാരിക്കാനൊന്നും ഇല്ലാതെ കൊണ്ടിലാണല്ലോ ഭദ്ര നടക്കുന്നത്. പക്ഷെ പിന്നെ ദേവിയായിട്ട് കത്തേണ്ടായിരുന്നു പ്രാർത്ഥന. എന്താ കത്തേണ്ടാത്ത അതിലേക്ക് എന്താ ലേഖനം എഴുതാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അരുണാൻ്റെ പത്രത്തിൽ ഭദ്ര ലേഖനങ്ങൾ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു. അരുണ എന്ന പത്രത്തിൽ, ജ്യോതിമയം നടത്തുന്ന പത്രത്തിൽ. അപ്പോൾ ആ പത്രത്തിലേക്ക് ലേഖനങ്ങളില്ലാത്തതിനെ പറ്റി ഒരു പ്രാർത്ഥന എഴുതി ചോദിച്ചപ്പോൾ ഭദ്ര മറുപടി അയച്ചത് ഇതാണ്, നിങ്ങൾ ദേവിയുടെ പുസ്തകമായി ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ മറുപടി അയച്ചത്. അന്നത്തെ അപ്പോൾ പ്രാർത്ഥന മനസ്സിലായിട്ടുണ്ട് ഈ ദേവിക പ്രശ്നങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്നും പറയാൻ കൂടി വേണ്ടിയിട്ടാണ് പ്രാർത്ഥന വരുന്നത്. അപ്പോൾ എന്തോ ഒരു പുസ്തകത്ത് കൈകൊണ്ടിട്ട് ബന്ധനസ്ഥനായ സൈനികൻ പറഞ്ഞ പുസ്തകത്ത് കൈകൊണ്ടിട്ട് ഭദ്ര പറയും, പുസ്തകം വായിച്ചു നോക്കി അല്ലെങ്കിൽ കുറച്ച് പഠിക്കുന്നു പോകാം. അപ്പോൾ ഭദ്രനന്ന് ആദ്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ 300 മൈൽ താണ്ടി ഇവിടെ വന്നത് പുസ്തകം വായിക്കാനല്ല ഭദ്രനെ ആദ്യമായിട്ട് തന്നെ വളരെ പ്രണയാഗ്രതയോടെ പറയുന്നുണ്ട്. ആ ഒരു സംഭവം ഭദ്ര സെൻസ് ചെയ്യുന്നുണ്ട്. ഭദ്ര പ്രാർത്ഥന പറയുന്നുണ്ട്, ഞാൻ ആരെയാണോ പ്രേമിച്ചത് അത് ദേവികയല്ല എന്ന് പറയുന്നത്. കാരണം ഇവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ അതോട് കൂടിയിട്ട് ആ മറം നീങ്ങാണ്. പിന്നെ അവർ 2 ദിവസം കൊണ്ട് വേറൊരു സഹപ്രവർത്തകരുടെ കൂടെ ഗ്രാമങ്ങൾ കാണാൻ പോവുകയും മരുന്നുകൾ ചെയ്യുകയും അവിടുത്തെ കർഷകരുടെ കാര്യങ്ങൾ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് 2 ദിവസം വളരെ നന്നായി ഭദ്രയ്ക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല 2 ദിവസങ്ങൾ. അതുപോലെ മരുന്ന്
ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥന തന്നെ കൽക്കട്ടയിൽ പോകണം. കൽക്കട്ടയിൽ പോകുമ്പോൾ ആ പാടത്തിലൂടെയൊക്കെ നടന്ന് സൂര്യാസ്തമിക്കുന്ന ഒരു സമയത്ത് അത് തമ്മിൽ അവരുടെ ഏറ്റവും ആദ്യമായിട്ട് അത് തമ്മിൽ ആ പ്രണയത്തിൻ്റെ ഒരു ഒരു രീതിയൊക്കെ അവർ കൈമാറുന്നുണ്ട്. പ്രാർത്ഥന അവരെ ആദ്യമായിട്ട് ചുംബിക്കുന്നുണ്ട്. ആ ചുംബനത്തോട് കൂടി തന്നെ ഒരു നെൽപ്പതി തീർത്ത് കൊടുക്കുന്നുണ്ട്. വാങ്ങുക മാത്രമല്ല കൊടുക്കുകയും വേണമെന്ന് ഹൃദയം പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പക്ഷേ അവരുടെ തന്നെ ഒരു പുസ്തകത്തിൽ കിട്ടിയതാണ് ആ വാക്ക്. യൂജീൻ ഓനി എന്ന് പറഞ്ഞൊരു സൈനികനായിട്ട് പരിചയപ്പെട്ടപ്പോൾ സൈനികൻ സൈനികനായി വീട്ടിൽ വരികയും ചെയ്യാൻ ഗ്രാമത്തിൽ വരികയും ചെയ്യാറുണ്ടായിരുന്നു. ആ സൈനികൻ കൊടുത്ത പുസ്തകത്തിൽ സൈനികൻ എഴുതി വെച്ചൊരു വാചകം കൂടിയാണ് അത്. ആ വാചകം തന്നെ പ്രാർത്ഥന പുസ്തകം മറിച്ച് നോക്കിയപ്പോൾ കണ്ടപ്പോൾ അതിനിടയിൽ പ്രാർത്ഥന എഴുതിയിരുന്നുണ്ട് പ്രേമത്തിൻ്റെ പരിപൂർണത സൃഷ്ടിയിലാണ് എന്ന് എഴുതിയിരുന്നുണ്ട്. അപ്പോൾ ഈ വയലുവരമ്പത്തിൽ അവർ കൈമാറി അവരുടെ പ്രേമത്തിൻ്റെ ഒരു ചിന്തന നിലയ്ക്ക് ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ അതിങ്ങനെ നിൽക്കുന്നുണ്ടത്. അതായത് പ്രേമത്തിൻ്റെ വാങ്ങുക മാത്രമല്ല കൊടുക്കുകയും വേണമെന്ന് ഹൃദയം വഴിയുന്നുള്ള സംഭവം. ഇതിന് ശേഷം പ്രാർത്ഥന തിരിച്ചു പോകുന്നുണ്ട്. ഈ ഭദ്രയുടെ മൂത്ത ജ്യേഷ്ഠൻ, അതായത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചതുകൊണ്ട് ഈ അച്ഛൻ അയാളുടെ അടുത്ത് പോകുന്നുണ്ട്. ഭദ്ര തിരിച്ച് കൽക്കട്ടയിൽ എത്തുന്നുണ്ട്. കൽക്കട്ടയിൽ കരുണാകരക്കുട്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇങ്ങനെയുണ്ട്. അപ്പോൾ താമസിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ കഥ മുഴുവൻ പറയണോ അതോ നിങ്ങളെല്ലാവരും വായിക്കുമോ? വായിക്കാൻ കഥ പറയേണ്ടല്ലോ വെച്ചിട്ടാണ്. ഇനി ഇവിടെ നിന്ന് പറയണോ വേണ്ടതെന്നാണ് എൻ്റെ സംശയം. വായിക്കുന്നവർക്ക് അത് കഥ കേട്ടതിൻ്റെ മുഴുവൻ ഒരു സംഭവം കിട്ടും. വായിക്കുന്നവർക്കുണ്ടെങ്കിൽ ഞാൻ പറയാണ്ട് ചിലത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വേണ്ടേ? ഞാൻ പറയണമെന്നില്ല. അപ്പോൾ ഭദ്ര അരുണയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൂഫ് റൈഡിങ്ങും മറ്റു കാര്യങ്ങളായിട്ട്. കനാരക്കൂട്ടോടെ ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കുന്നുണ്ട്. കൽക്കരി ഖനി തൊഴിലാളികളുടെയും വെള്ളപ്പൊക്കത്തിലും കൽക്കരി ഖനികളിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, അവിടെ വെള്ളം കയറുന്നത്, പെട്ടെന്ന് ഖനി ഇടിഞ്ഞു വീഴുന്നത്, അവിടേക്കൊക്കെ വളരെ സാഹസികമായിട്ട് പോകുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യുന്നു. പറയുന്നത് അല്ലേ? പറഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പറയാണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ എന്തുതന്നെയായാലും ഇവിടെ പറയാൻ പറ്റില്ല. കഥ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാരണം നിങ്ങളെപ്പോഴും വായിക്കുമെങ്കിൽ നിങ്ങളെന്നെ വായിക്കുന്നത് നല്ലത്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ വന്ന കൺട്രഡിക്ഷൻ ഈ കഥയുടെ പോക്ക് എന്താണെന്നുള്ളതും ആ സാമൂഹിക ചുറ്റുപാട് എന്താണെന്നുള്ളത്. അപ്പോൾ കഥ പറയണ്ടെന്നുള്ളൊരു അഭിപ്രായം ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ വരുള്ളൂ കേട്ടോ. എന്തെങ്കിലും വായിച്ചാണായിരിക്കും കേട്ടോ അല്ലേ? പക്ഷേ ഇതിനെ നമ്മൾ നിർത്തി കുഴപ്പത്തിൽ എനിക്ക് ഈ ആദ്യം ഉണ്ടായിരുന്നു. ഇനി ഉറപ്പൊന്നും നിർത്തുന്നില്ല. അപ്പോൾ കുറേ പേര് പുസ്തകം കിട്ടിയിട്ടാണ് പറഞ്ഞത്. ഇദ്ദേഹം വായിച്ചതാണല്ലോ അല്ലേ? കഥ കേൾക്കണം. അത് ഓൺലൈനിലൊക്കെ എത്താറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ലൈബ്രറിയിൽ ലഭ്യമല്ല. അങ്ങനെ ഇപ്പം കഥ പറയാം. എന്നാലും അതിൻ്റെ ഒരു രീതിയിൽ അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. ശരി ചേട്ടാ കഥ പറയണം. അപ്പോഴേ അപ്പം അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കലേ പിന്നെ നക്സലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കർഷകരുടെ ഇടയിൽ. അതായത് അവരുടെ വിളവെടുപ്പ് കാലത്ത് അത് സൈനികർ വന്ന് ജമീന്ദാരുടെ കുടുംബങ്ങൾ വന്നിട്ട് അത് കൊണ്ടുകൊണ്ട് പോവുക, അങ്ങനെ അതിക്രമങ്ങൾ നടക്കുക എന്നുള്ളതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിലൊക്കെ പ്രാർത്ഥന ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സൈനികരും പട്ടാളക്കാരും ഒക്കെ വന്നുകൊണ്ട് ആ ഗ്രാമം നശിപ്പിക്കുന്നുണ്ട്. അതിനെ മെയിനായിട്ട് രണ്ട് കഥാപാത്രമുണ്ട്. സാരഥി, അതുപോലെ സരസ്വതി പല പേഴ്സ് ഉണ്ട്. അവരൊക്കെ പറയുന്നത് ഒരുപാട് ഇത് പോകുന്നതുകൊണ്ട് ഞാൻ അവരൊന്നും പറഞ്ഞില്ല. വലിയ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. എന്തായാലും ഈ സരസ്വതിനെ അവർ ഉപദ്രവിക്കുന്ന വലിച്ചടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. സാരഥിയുടെ അമ്മേനെ അതുപോലെ തോൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് സരസ്വതിനെയും ഈ വൃദ്ധേനെയും ഒക്കെ വലിച്ച് കൊണ്ടുവന്നിട്ടും പാട്ടുകൾ പറ്റാത്തതുകൊണ്ടും ആ കർഷകർ യുവാക്കളാണ് അന്ന് ഈ സമരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളെല്ലാം പൊതുവെ. പക്ഷെ സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായപ്പോൾ അവിടെ ഇറങ്ങുകയും ചെല്ലുകയും ഈ ചെറുപ്പക്കാരൊക്കെ ചെല്ലുകയും എതിരിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെടിവെപ്പും വാക്ക് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ സരസ്വതിയിലൊക്കെ വലിച്ചയച്ച് കൊണ്ടുവന്നിട്ട് ആട്ടിയെടുത്തിട്ട് പോലീസുകാരെ ആക്രമിക്കാനും ഒക്കെ പ്രാർത്ഥനയും കൂട്ടാളികളും ഒക്കെ ചെല്ലുകയും ഭയങ്കര ബഹളവും പ്രക്ഷോഭവും വെടിവെപ്പും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ന്യൂസുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. വ്യൂലൈറ്റ് പത്രത്തിലേക്ക് പോകുന്നുണ്ട്, അരുണയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേൾക്കുന്നത് വ്യൂലൈറ്റ്
ജ്യോതിർമയനുണ്ട്, കണ്ണാമക്കുട്ടുണ്ട്, ഭദ്രയുടെ പ്രൂഫ് റീഡിങ് വന്നിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ആ സമയത്ത് ടെലിപ്രിന്റിൽ ഒരു വാർത്ത വരികയാണ്, അങ്ങനെ നക്സൽ ബാരിൽ ഇങ്ങനെ കർഷക പ്രക്ഷോഭം കാര്യമായിട്ട് നടക്കുകയാണ്, ഒരുപാട് പേരെ ചോദിക്കുന്നുണ്ട്, മിലിറ്ററി ഇറങ്ങിയിട്ടുണ്ട്, സൈനിക വെടിവെപ്പ് നടത്തുന്നുണ്ട്, 10-14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അടുത്ത ടെലിപ്രിന്റ് വാർത്ത എടുത്ത് വായിക്കുമ്പോൾ അവിടെ വൃദ്ധയായ ആ സ്ത്രീ സരസ്വതിയുടെ സാരഥിയുടെ അമ്മ, അവര് അതുപോലെ കർഷക നേതാവ് പാർത്ഥൻ വെടിയേറ്റ് മരിച്ചു എന്നാണ് ആ വാർത്ത. അപ്പം ഇതിനിടയ്ക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ ഭദ്ര അതങ്ങനെ പറഞ്ഞിരുന്നു പോകുന്നു. അതേസമയം ഒരു ഞൊടിയിടയിൽ പെട്ടെന്ന് തന്നെ അവള് അവിടെ പുറത്ത് കിടക്കും. ആരും ആ മാറ്റം കാണണ്ടെന്ന് വെച്ചിട്ട് അവൾ പുറത്ത് വീട്ടിലേക്ക് വന്നിരിക്കും. കരുണാകരക്കുറിപ്പ് എന്തോ അപ്പം തന്നെ എന്തോ കാര്യം പുറത്ത് പോയതായിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്തോ പറഞ്ഞിട്ട് കരുണാകരക്കുറിപ്പ് കയറി വരികയും ഭദ്രയുടെ പേരും ബാഗുമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അത് എടുത്തിട്ട് ഭദ്രയെ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നത്. മുന്നൊരിക്കൽ കരുണാകരക്കുറിപ്പ് ഏറ്റവും ആദ്യം ഭദ്രയെ പരിചയപ്പെട്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിനെ സ്വാധീനിച്ച ഏതോ ഉള്ളവരെ ചോദിക്കുന്നത്. അതൊരു പക്ഷെ എന്തോ ആ ചോദ്യത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു വിധവയായിട്ട് ജീവിക്കണമെന്നായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ഒരാളെങ്ങനെ കയറി ചോദിച്ചപ്പോൾ. അപ്പോൾ ഭദ്ര പറയുന്നുണ്ട്, കൂടുതൽ ചോദിക്കണ്ട, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറയാൻ യോഗ്യമായ സംഭവം ഉണ്ടാകുമ്പോൾ ഞാനത് ആദ്യം പറയാൻ കാണുമ്പോഴായിരിക്കും എന്നോട് കർശനമായിട്ട് പറഞ്ഞവിടെ കരുണാകരക്കുറിപ്പ്. കരുണാകരക്കുറിപ്പ് അങ്ങനത്തെ ഒരാളല്ല. എന്നിട്ട് പോലും അന്ന് ആ ചോദ്യം ചോദിച്ചപ്പോൾ കരുണാകരക്കുറിപ്പ് നേരിടേണ്ട വന്നൊരു മറുപടി ഇതാണ്. അതുകൊണ്ട് തന്നെ കരുണാകരക്കുറിപ്പ് പിന്നെ അത് ചോദിക്കാനേ പോയില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം നടന്നിട്ട് കരുണാകരക്കുറിപ്പ് വീട്ടിൽ ചെല്ലുമ്പോൾ ഭദ്രനാകെ ഒരു ശില പോലെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കരുണാകരക്കുറിപ്പ് ചോദിക്കും, ഭദ്രയുടെ പറഞ്ഞ് വിളിച്ച് ചെല്ലുമ്പോൾ ഭദ്ര പറയുന്നുണ്ട്, അന്ന് ചോദിച്ചില്ലേ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ച വ്യക്തി ഉണ്ടോ, അതിന് ആരാണെന്നുള്ളത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ പറയാൻ യോഗ്യമായ സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കരുണാകരക്കുറിപ്പിന് അത് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടത്. അപ്പം അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ദേവകിയും അറിയുന്നുണ്ട്, അത് ദേവകിക്കും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ഡൈലിമേനാണ് കഥ അവസാനിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് കഥ അങ്ങനെ അവസാനിക്കും. ഒരു വർഷം കഴിഞ്ഞു പാർത്ഥൻ്റെ അമ്മ ഭദ്രയുടെ ഒപ്പമുണ്ട്. നക്സൽബാരിയിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്കൊന്നും നടക്കുന്നുണ്ട്. സുലക്ഷണൻ ആ സമരങ്ങളെ ഏറ്റെടുത്ത് മുന്നിൽ അന്നേണ്ട്. പാർത്ഥൻ്റെ 4 ദിവസം പാർത്ഥനാട്ടിൽ മംഗളസ്ഥലത്തോടുകൂടി പാർത്ഥന മനസ്സിലായി വേണ്ടി വെച്ചു. എന്ത് ചെയ്താലും പ്രാർത്ഥന രക്ഷിക്കാനാണ് അറിയില്ല. പ്രാർത്ഥന എല്ലാവരെയും രക്ഷിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥന അറിയില്ല. പക്ഷെ ഇവിടെ ഒരു വെടിയേറ്റിട്ടൊന്നും കേൾക്കാനോ കൊണ്ടുപോകാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ അവന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഗ്രാമവാസികളുടെ ഇടയിൽ അവരൊന്നും തിരിച്ച് മരിക്കേണ്ടതെന്ന് പറ്റുള്ളൂ. അപ്പം അത് പ്രാർത്ഥന അറിയാം. അപ്പോൾ പ്രാർത്ഥനയുടെ ആ സ്ഥാനത്ത് സുരക്ഷ വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാം. പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സമരങ്ങളിലും യുവാക്കളും അതുപോലെ മുതിർന്നവരായിട്ടുള്ള ആണുങ്ങളുമാണ് പങ്കെടുക്കാറുള്ളത്. സ്ത്രീകളിങ്ങനെ അക്രമങ്ങൾ വരുമ്പോഴാണ് അതിൽ തീർച്ചയായിട്ടുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഭദ്ര അവസാനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥൻ്റെ പ്രാർത്ഥന കണ്ട ആ ഒരു സ്വപ്നത്തിന് വേണ്ടി അവസാനം ഭദ്ര ഇറങ്ങുന്നത്. ഭദ്ര ഇറങ്ങിയിട്ട് അമ്മമാരെ സഹോദരിമാരെയും പുത്രിമാരെയും വിളിച്ചുകൊണ്ടാണ് നമ്മുടെ പുരുഷന്മാരോടൊപ്പം, അതായത് നിങ്ങൾ ഭർത്താക്കന്മാരോടൊപ്പം മക്കളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് സമയത്തിന് ഇറങ്ങിയേ പറ്റും പിന്നെ ആഹാരം ചെയ്തുകൊണ്ട് ഭദ്ര അതിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഭദ്ര തിരിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ട് ഭദ്ര പുറത്താകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്. ഭദ്രയുടെ ചിന്തകൾ എപ്പോഴും പ്രാർത്ഥനയാണ്. പ്രാർത്ഥൻ്റെ ഒന്നിൽ കൊടുത്ത പുസ്തകത്തിൻ്റെ ആ വരികളുടെ താഴെ പ്രാർത്ഥന എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്നിൽ പറഞ്ഞത് എന്തായിരുന്നു? അങ്ങനെ വാങ്ങുക മാത്രമല്ല കൊടുക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ? അതിൻ്റെ താഴെ പ്രാർത്ഥന എഴുതിയ വരികളാണ് പ്രേമത്തിൻ്റെ പരിപൂർണത സൃഷ്ടിയിലാണ്. ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനം തന്നെയാണ്. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അവരുടെ പ്രണയം തന്നെ ആ പ്രസ്ഥാനത്തെ ചൊല്ലിയായിരുന്നു, പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അവർ ഒന്നിച്ച് തോളോട് ചേർന്ന് പോകുന്നത്. ആ ഒരു ആശയ സഞ്ചയനത്തിൻ്റെ ഒരു പൊരുത്തം ഉണ്ടാവുക. ആ പൊരുത്തങ്ങളാണ് പലരെയും കൂട്ടിപ്പിടിച്ചത്. ഈ കഥയിലുടനീളം അത് സംഭവിക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിട്ട് ഭദ്ര മാറുകയാണ്. അങ്ങനെ പ്രേമത്തിൻ്റെ പരിപൂർണ്ണ സൃഷ്ടിയിലാണ് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴും ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങളുടെ കൂടെ പറയാൻ സമയം കുറച്ച് കാര്യം അതായത് ഞാൻ കുറച്ച് കാര്യം പറയാതെ ഇന്ന് തന്നെയാണ്
ഒരു നോവലിസ്റ്റാണ് സാധ്യത. അപ്പോൾ അവർ കണ്ട ഈ സമരങ്ങളൊക്കെ അവർ അറിയുകയും അനുഭവിച്ചും കേട്ടും ഒക്കെ അവർക്ക് പരിചയമുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇത്രയും എന്തോ ഒരു തരം ക്രാഫ്റ്റ്മാൻഷിപ്പാണ് നമുക്ക് അത്ഭുതം തോന്നും. ഒരിടത്ത് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച ഞങ്ങൾക്ക് ചായ ആവശ്യപ്പെട്ടത്. അതുപോലെ കർണാടകത്തിനോട് പത്രം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പറയാൻ യോഗ്യമായ സംഭവം ഉണ്ടായിരിക്കില്ല, തീർച്ചയായും താങ്കളായിരിക്കും അറിയില്ല. അത് പിന്നീട് പറയേണ്ടി വരുന്നത് പ്രേമത്തിൻ്റെ പരിപൂർണ്ണ സൃഷ്ടിയിലാണെന്ന് വീണ്ടും ഓർത്ത് പറയേണ്ടി വരുന്നത്. വാങ്ങുക മാത്രമല്ല കൊടുക്കുകയും വേണമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരുപാട് കർഷകരോട് സംഭവിക്കുന്നത് ഇതൊക്കെ ഒരുപാട് എന്ന് പറയുന്നുണ്ടോ. അതൊക്കെ പറഞ്ഞ് വായിക്കുന്ന ഇതൊക്കെ കേട്ടാൽ പോലും ഈ പുസ്തകം വായിക്കുന്ന വേണം. കാരണം വായിച്ചാലാണ് ഇതിന് എത്രമാത്രം സാധനങ്ങളാണ് എനിക്ക് പറയാൻ പറ്റാതെ പോയിരുന്നത് മനസ്സിലായി. അപ്പം തന്നെ എത്രയും ഇതിനൊരു ലൈനിങ്ങനെ പിടിച്ചു പോയിട്ടുള്ളൂ. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതറിയണമെങ്കിൽ ഒരുപാട് ഗ്രാമങ്ങളിലൂടെയാണ് ഈ കഥ പോകുന്നത്. ബംഗാളിൽ ഒരുപാട് ഗ്രാമവിഭക്ത ബംഗാളിൻ്റെ ഗ്രാമങ്ങളിലൂടെ കഥ കൽക്കട്ടയിലൂടെ, അൻസലങ്ങളിലൂടെ, ശിവവാടിയിലൂടെ, താമരപ്പൂരിലൂടെ, രാജസ്ഥാനിലൂടെ, അത് കഴിഞ്ഞ് കാലോകുന്നുകളിലൂടെ, ജയ്പാൽഗിരി, ശിവഗിരി, നക്സൽബാരി എന്ന് പറഞ്ഞ ആ താഴ്വരകളിലൂടെ ഒക്കെ അപ്പോൾ ഒരു വലിയൊരു ക്യാൻവാസിലാണ് ഈ കഥ നടത്തുന്നത്. അവിടെ തന്നെ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു ബാലികാ വിദ്യാലയം ഉണ്ടാവേണ്ടതിൻ്റെ, പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടതിൻ്റെ, ലതയ്ക്ക് അതൊരു ചുമതലയായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒക്കെ വലിയ വലിയ ആശയങ്ങൾ പ്രാർത്ഥനയുണ്ട്. എങ്ങനെയൊക്കെയാണ് മാറ്റി വരേണ്ടത്. അതുപോലെ തന്നെ ജനങ്ങളുടെ റോഡുകൾ നോക്കിയാൽ അവരുടെ ഇന്നത്തെ അതേ അന്നത്തെ അറിയാം മാറ്റമൊന്നുമില്ല. ആണുങ്ങൾ എങ്ങനെ രാവിലെ പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്, പെണ്ണുങ്ങൾ വീട്ടിൽ എല്ലാതരം പണികളും ചെയ്ത് അല്ലേ. ഈ അവരെ വലിയൊരു കുടുംബത്തിനകത്ത് ദേവിയുടെയൊക്കെ വീട്ടിൽ ശശിര, അതായത് അമ്മായിമ്മ ഉണ്ടാവും, അവരുടെ ബന്ധുക്കളുണ്ടാവും, അവരുടെ വിധവകളായിട്ടുള്ള വേറെ കുറേ സ്ത്രീകളുണ്ടാവും, പിന്നെ ഇവിടെ തന്നെ ചേട്ടനിയന്മാരുണ്ടാവും. അവിടെ സ്ത്രീകളൊക്കെ പലപ്പോൾ സ്ത്രീകൾക്ക് എതിരായിട്ട് നിന്ന് നമുക്ക് കാണാം. കാരണം ആചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അതുപോലെ അനുഷ്ഠാനങ്ങളിലും ജീവിച്ചു പോകുന്ന സ്ത്രീകളാണ്. അപ്പോൾ അനുഷ്ഠാനങ്ങളൊന്നും തെറ്റാന്ന് വെക്കാനോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ വലിയ തെറ്റുകളായിട്ട് ഇപ്പോൾ ഉപവാസ ദിവസം കിട്ടുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിച്ചാലൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു വിധവ ദേവിയുടെ വീട്ടിൽ തൂങ്ങി വെക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ 3 മണി വൈകുന്നേരം 3 മണിയായിട്ട് എല്ലാ നെല്ല് പിറ്റേന്നുള്ള നെല്ല് കുത്തിയിട്ട് വേണം ഓരോ ദിവസം അരി വയ്ക്കാൻ, വീട്ടിൽ തന്നെ ഇടിച്ച് കുത്തിയിട്ടൊക്കെ. അപ്പോൾ അന്നത്തെ സ്ത്രീകളുടെ പണി വലിയ പണികളായിരുന്നു. അതൊക്കെ കഴിയാതെ വെള്ളം കുടിക്കാൻ പാടില്ല, അനുവാദമില്ല. അപ്പം 3 മണി 4 മണിയായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുകയാണെങ്കിൽ തുള്ളി വെള്ളം എടുത്ത് കുടിച്ചത് കണ്ടിട്ട് അങ്ങനെ ആകെ നാട്ടിലിട്ട് നാട്ടിക്കാൻ പറയില്ല. അതുപോലെ നാട്ടിച്ച് ആ സ്ത്രീ എല്ലാം തുള്ളി വെള്ളം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അതുപോലെ ഈ കഥയിൽ ഉടനീളം കുറേ പുസ്തകങ്ങളെ പറ്റി പറയുന്നുണ്ട്. രവീന്ദ്രനാഥിൻ്റെ രാജയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ റഷ്യൻ കത്തുകളെ റഷ്യയിലെ കത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. രവീന്ദ്രനാഥിൻ്റെ മറ്റ് കൃതികളെ കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കലയുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ആ പുസ്തകമൊക്കെ വായിക്കാൻ പറ്റുന്നു. അങ്ങനത്തെ കുറേ സംഭവം നടക്കുന്നുണ്ട്. അതുപോലെ ആൺകുട്ടികളൊക്കെ വേണമെങ്കിൽ പിന്നെയും പഠിക്കും. നഗരങ്ങളിലൊക്കെ കുറേ കൂടി മാറ്റങ്ങളുണ്ട്. പക്ഷെ നാട്ടുമ്പുറത്തൊക്കെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ആരും വലിയ ബോധേഡായിട്ടൊന്നും പോകുന്നില്ല. അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ വിവർത്തനം ചെയ്ത പാർട്ട് MS സത്യാർത്ഥി പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ചരിത്രത്തിലെ ആൻഡേഴ്സൺ കൊലപാതകം കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡേഴ്സൺ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ആൻഡമാനിലേക്ക് നാട് നടത്താൻ പോവുകയും ഇദ്ദേഹത്തോട് രക്ഷപ്പെടുകയും മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അന്നത്തെ പഞ്ചാബിൽ സർക്കാർ ജോലിയായിരുന്നു. ലാഹോറിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അവിഭക്ത പഞ്ചാബിൻ്റെ ലാഹോർ അന്നത്തെ അങ്ങനെയൊക്കെ ഓർമ്മ നമുക്ക് തീർന്നു. അപ്പോൾ MS സത്യാർത്ഥി പിന്നീട് 1947 ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് പിന്നെ അഭിയാനത്തേക്ക് ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് കേരളത്തിൽ മലയാളിയാണ് കേരളത്തിൽ വരികയും കോഴിക്കോട് കാരന്തൂർ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ലേഖകനാണ്. പക്ഷെ നാട്ടിൽ വന്നിട്ട് അദ്ദേഹം വലിയ ജനസമ്പർക്കത്തിനൊന്നും പോയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ മാതൃഭൂമിയിൽ ഒരു കലാകൗമുദിയോ മറ്റു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. നാട്ടിൽ നടക്കുന്നതിനോട് വലിയ പൊരുത്തല്ലാന്ന് മനസ്സിലായി. കാരണം ഇത്രയും ജീവിതങ്ങൾ കണ്ടുവന്ന അല്ലെ ലാഹോറിലെ അന്നത്തെ ഈ രചനയൊക്കെ എഴുതുമ്പോൾ അദ്ദേഹം ഉണ്ട്. അപ്പം ആ സാഹചര്യങ്ങളൊക്കെ ആൾക്കറിയാം അല്ലെ. പിന്നെ മാത്രമല്ല ഈ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരാൾ, അതുകൊണ്ടാണ് അതിനെ വേണ്ടിയിട്ട് നാട് നടത്താനൊക്കെ പോയത്. അപ്പം അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ശേഷം നേടിയെടുത്ത സാമൂഹിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരാൾ ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളക്കാര്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനോടുള്ള വിരക്തി തന്നെയാണ് അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഘടകം. അങ്ങനെ അതേപോലെ പ്രണയങ്ങളെല്ലാം തന്നെ നമുക്ക് വീരയുടെ എല്ലാവർക്കും പ്രണയം വായിക്കുമ്പോൾ നമുക്ക് വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ടി ക്രിഞ്ച് പോലെ തോന്നും. ഇപ്പോഴത്തെ വാക്ക് ക്രിഞ്ചെന്നാണ്. ചിലപ്പോൾ അതിന് വളരെ ഉദാഹരണമായിട്ടൊക്കെ കാണാൻ നോക്കും. ഓക്കെ, ഒന്നും കുഴപ്പമുള്ള കാര്യം. പക്ഷെ ഇതിലെ പ്രണയങ്ങളൊക്കെ നമുക്കിങ്ങനെ വളരെ സുന്ദരമായ ആശയത്തോടുകൂടിയുള്ള പ്രണയങ്ങളാണ്.
നമുക്കെല്ലാവരും ക്ലിക്കായിട്ട് തന്നെ കാണാൻ പറ്റില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത്രയേ ഉള്ളൂ. പക്ഷെ അത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്. എനിക്ക് ഞാൻ ബംഗാളിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയത് എന്ത് വെച്ചിട്ടാണല്ലോ, പിന്നെ ഇതിലേക്ക് ഞാൻ എൻ്റെ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ എത്ര കാലം വായിച്ചത് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ MSc പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറയും അതവിടെ ലൈഫായിട്ടാന്ന് പറയും. അതുപോലെ ഞാൻ കുറേ സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ നോക്കി വായിക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തയ്യാറായി വന്നതാണ്. പക്ഷെ ഇതൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല. ഇതുവഴി ഞാൻ ഈ പുസ്തകങ്ങളിലൊക്കെ ഈ കഥയിലെ സംഭവങ്ങളെ നടത്തതേ ചിലപ്പോൾ കാക്കയിൽ പോയി ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ട് എനിക്കറിയാം. എന്നിരുന്നാൽ കൂടി ഇതിന് ആവശ്യം വന്നില്ലാന്നാണ് എനിക്ക് കാര്യം. പക്ഷെ എൻ്റെ അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ബംഗാളി നോവലുകൾ വായിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നെല്ലിൻ്റെ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. എനിക്ക് പറ്റും. അതാണ് നമ്മുടെ പുസ്തകത്തിൽ എല്ലാവർക്കും ധരിച്ചോളുന്നില്ല. നമുക്കൊരു സാധനം എങ്ങനെയാണോ ഫീൽ ചെയ്യണേ, ഏത് പ്രായത്തിലാണോ ഞാനത് വായിച്ചത്, അങ്ങനെ പറഞ്ഞ് കുറച്ചുകൂടി പേഴ്സണലി പറയേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ ഗോപാലിനൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തിലും വായിക്കും വന്നു. ഇതൊക്കെ വായിച്ചതിൻ്റെ വീട്ടിലേ നമുക്ക് പറ്റുവാറ്റൊന്നും നോക്കണം. വല്ല പാർട്ടിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കണ്ട. പക്ഷേ ഒരു പാർസൽ ചിട്ടിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ പുസ്തകകാരികളൊക്കെ കേരളം കാണിച്ച ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചേട്ടനില്ലേ കളിയൊക്കെ കഴിഞ്ഞാൽ മാസങ്ങളൊക്കെ ആയിക്കൊള്ളാലോ എനിക്കറിയാം. കണ്ടപ്പോൾ ഞാൻ നോക്കി എനിക്കറിയാം. അപ്പോൾ പക്ഷെ ഞാൻ ചേട്ടനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ചേട്ടനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ക്യാമ്പസിൽ നമ്മുടെ ആ ക്ലാസ്മേറ്റ്സ് സിനിമയിൽ കാണുന്ന പോലെ ക്യാമ്പസ് ക്ലാസ്സുകൾ കണ്ടുതന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വായിച്ചിട്ടായിരിക്കുമ്പോൾ ഒരു പ്രാന്ത് പോലെ എനിക്ക്. അപ്പോൾ ഞാൻ ഈ സഖാക്കന്മാരെയൊക്കെ കണ്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് കൊള്ളാവുന്ന കാര്യം അതിലുണ്ടാവും. നോക്കും പ്രാർത്ഥന തന്നെയാണ് നോക്കാറ്. പക്ഷെ കണ്ട സഹാക്കളൊന്നും പ്രാർത്ഥന കാണാൻ പറ്റില്ല. അതെല്ലാം പ്രശ്നമായിരുന്നു. പിന്നീട് എപ്പോഴും എനിക്ക് പ്രാർത്ഥന പോലെ ഒരാളെ തടഞ്ഞു, പക്ഷെ കിട്ടിയില്ല. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ബംഗാളിലേക്ക് പോകുന്നത്. ബംഗാളിലേക്ക് പോയിട്ട് ഈ നോവൽ കുറേ നോവലുകൾ ഞാൻ ബംഗാളി നോവലുകൾ വായിച്ചു. സാഹിത്യങ്ങളുടെ വേറെ പല കൃതികളും വായിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് നോവലുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു ആസന സംബന്ധം പോലെ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും ജയഘോഷത്തെ. അതൊക്കെ എനിക്ക് പോലെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ചെറുതാണ് പക്ഷെ എന്നിരുന്നാൽ അതൊക്കെ ഓർമ്മ വരും. നമുക്ക് പതിനൊക്കെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ആശാക്കുമാരുടെ രണ്ടാം പത്തുള്ള അതുപോലെ നമ്മുടെ ഇങ്ങനെ കുറേ നോവലുകൾ ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചിട്ടോളം. പക്ഷെ അങ്ങനെ ഒരു ബംഗാളി നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് ബംഗാളിനോട് നമുക്ക് സ്നേഹം തരുന്നത്. മാത്രമല്ല ഈ നെല്ലിൻ്റെ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ബംഗാളിക്ക് ഉള്ളിൽ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞാൻ ബംഗാളി പോകുന്നത്. സത്യം പറഞ്ഞാൽ ബംഗാളിലേക്ക് അത് ട്രെയിനായിട്ട് പ്രവേശിച്ചു. ആ നെൽപ്പാടങ്ങൾ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ എനിക്ക് പട്ടായിരുന്നു ഞാനിപ്പോൾ മനസ്സിലാക്കി. കാരണം ഓരോ ഘട്ടത്തിലും ഇവിടെ എവിടേക്ക് പോയി കഥകൾ നടക്കണ പോലെ എനിക്ക് തോന്നും. കഥയല്ല, ഇതൊക്കെ ഇവിടെയാണല്ലോ നടന്നേ എന്നുള്ളൊരു ഫാൻറ്റസി സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ആ വയലുകളിലൊക്കെ ഞാൻ തോന്നുന്നു ഓരോ ശാന്തിക്കുന്ന പരിസരത്തൂടെ സ്ഥലത്തൂടെ പോകുമ്പോൾ കൂടെ ഉണ്ടെന്നുള്ള സ്ഥലത്തൂടെ ഓട്ടോട്ടോട്ടം എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ 3:30 4:00 സൺസെറ്റ് ആയി. അവിടെ പെട്ടെന്നാവും ഈ തണുപ്പുകാലത്ത് ഒരു പാട്ടിൻ്റെ അറ്റത്തോളം സൺസെറ്റ്. ഞാൻ അയാളോട് വണ്ടി നിർത്തുമ്പോൾ ഞാൻ ഇറങ്ങി ഓടിയാൻ പിന്നെ എന്ത് കണ്ടിട്ടില്ല, വയൽ കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു. നമ്മളെ കാണാൻ നേമഴ കണ്ടിട്ടില്ല, സംഭവം ജോലി അതുപോലെ കാണാൻ കാണാത്തില്ല. പക്ഷെ ഞാൻ ഓടിയത് ഈ വയലുകളിലായിട്ടൊരു വെച്ചിട്ടാണ്. പ്രാർത്ഥനയും പത്രയും ഒക്കെ നടന്നിട്ടുണ്ടാവുക. അവരവസാനത്തെ ആ പ്രണയ സാധ്യതയും വന്നിട്ടുണ്ടാവുക. ഈ ഇവിടെയാണല്ലോ പ്രാർത്ഥന എല്ലാ വിപ്ലവങ്ങളും നടന്നിട്ടുണ്ടാവുക. ഇവിടെയാണല്ലോ കർഷകർ. ഇതിനെ എനിക്കും വേർതിരിച്ച് കാണാൻ പറ്റാത്തൊരു സാധനം ഉള്ളിലുണ്ടായിരുന്നു. ഇത് കഥയാണോ അല്ലെങ്കിൽ ആക്ച്വലി ഒരു കാലത്ത് നമ്മുടെ ചരിത്രപരമായ സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ആ രൂപങ്ങളൊക്കെ അവിടെ ഉള്ളിൽ വരും അല്ലേ. അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് തിരിച്ചു പോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ അതിൻ്റെ പലപ്പോഴും അറിയാൻ പറ്റുന്നത്. ഇതൊക്കെ എനിക്ക് ഒറിജിനലായിട്ട് എവിടെ കാലത്ത് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളായിട്ടാണ് എനിക്ക് അതിന് തോന്നാറുള്ളത്. ഞാൻ തെളിവിലൊന്നുമല്ല